നമസ്കാരം സാറേ. നമ്മുടെ പ്ലാനിന് അനുസൃതമായിട്ടുള്ള ഡിസൈൻ ആണിത്. ഇതിൽ നമ്മുടെ ആ പ്ലാൻ അനുസൃതമായിട്ടുള്ള ഡിസൈൻ ആണ് ഈ കാണുന്നത്. ഇത് ഞാൻ ഒന്ന് പറ്റുന്നത്ര സ്പീഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു വൈഡ് ഫ്രെയിമിലോട്ട് മാറ്റിക്കോട്ടെ. അപ്ലയൻസസ്, ഓക്കെ സാറേ. ഈ ഓരോ യൂണിറ്റും നമ്പർ വെച്ച് നമുക്ക് പറയാം. ഈ അഞ്ചാമത്തെ യൂണിറ്റ് നമുക്ക് പല ടൈപ്പ് ഓഫ് ഡ്രോയേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഓരോന്നും ഇതുപോലെ മോഡ്യൂളായിട്ട് വരും. അതായത് ഇത് ഓരോന്നും ഇങ്ങനെ ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂൾസാണ്. ഇപ്പം ഈ ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂൾസിനകത്ത് നമുക്ക് ഇതുണ്ട്. മേളിൽ 17 സെൻറ്റിമീറ്റർ ഇതിന് പല നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. മേളിൽ 17 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഡ്രോയർ, താഴെ 52 സെൻറ്റിമീറ്റർ, ഇത് മേളിൽ 17, വീണ്ടും 17, ഇത് 32. ഞാൻ ഇത് സെൻറ്റിമീറ്റർ പറയുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ്. നമുക്ക് 17 സെൻറ്റിമീറ്റർ, പിന്നെ 23 സെൻറ്റിമീറ്റർ, പിന്നെ 32 സെൻറ്റിമീറ്റർ, പിന്നെ 52 സെൻറ്റിമീറ്റർ. ഇത് ഷട്ടറിൻ്റെ ഹൈറ്റാണ്. ഇങ്ങനെ നമുക്ക് 4 ചോയ്സസ് ആണ്. അപ്പം അത് അങ്ങനെ ഇതേ നോക്കിയാൽ കാണാം സാറിന്. ഇതുണ്ടോ, ഇതിപ്പം 17, അത് കഴിഞ്ഞാൽ 32, അതേപോലെ തന്നെ ഇത് വരുമ്പം 32, ഇത് വരുമ്പോൾ 23. അങ്ങനെ നമുക്ക് ഒരു ഡ്രോയറിൻ്റെ സീരീസിൽ തന്നെ പല ഓപ്ഷൻസ് ഉള്ള ഡ്രോയേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രോയർ എന്ന് പറയുന്നത് ഡബിൾ ഡോറ് 32. ഇതാണ് 32. ഇത് ഇങ്ങനെ ഷട്ടർ ഇല്ലാതെ കാണിക്കാം. ഓക്കെ. അപ്പം ഈ 32 സെൻറ്റിമീറ്ററിനകത്ത് നമുക്ക് കപ്പ്, സോസർ, പ്ലേറ്റ്, ഒരു 3 ലിറ്ററിൻ്റെ കുക്കർ ഇതിനകത്ത് വെക്കാൻ പറ്റില്ല. പക്ഷെ ഫ്രൈയിങ് പാന്, തവ, കടായി, എല്ലാ സാധനവും ഇതിനകത്ത് കയറും. അപ്പം ഇത് 70 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത്. ഇതുണ്ട്, ഇവിടെ വിഡ്ത്ത് കാണാം 70 സെൻറ്റിമീറ്റർ. ഇതിങ്ങനെ ഓരോന്നും ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റാണ്. ഇത് തന്നെ പല 1, 2, 3, 4, 5 സീരീസ് ഉണ്ട്. ഈ ഡീലക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 100% 304 SS, 100% 304 SS. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷും കിട്ടും, ഇതിൻ്റെ മേളിൽ പെയിൻറ്റ് കോട്ടിംഗ് ആയിട്ടും കിട്ടും. ആ പെയിൻറ്റ് കോട്ടിംഗ് എന്ന് പറയുന്നത് ഡിഫോൾട്ട് അല്ല, അഡീഷണൽ പേയ്മെൻറ്റിലാണ് എക്സ്ട്രാ വരുന്നത്. അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കണം ഈ പൗഡർ കോട്ടിംഗ് കിട്ടാൻ വേണ്ടി. ഈ കോംബി റെഗുലർ എന്ന് പറയുന്ന സാധനം 100% 202 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. നമ്മൾ 202 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വീട്ടിലെ യൂട്ടൻസിൽസിലെല്ലാം ഉപയോഗിക്കുന്നത്. 202 മുതൽ പിന്നെ അങ്ങനെ എക്സ്പെൻസീവ് ആണ്. 202, 304, പിന്നെ 316 അങ്ങനെ ഇതുണ്ട്. അതായത് ഈ ഉപ്പുകാറ്റ് കൊണ്ടാലും ഇത് വരാത്തത്. അങ്ങനെ ഇതിന് ഗ്രേഡ് കൂടി പോകും. 202-ൻ്റെ മേളിൽ തന്നെ നമുക്ക് പൗഡർ കോട്ടിംഗ് കൂടെ ഉണ്ട്. അപ്പം അതിന് മേളിൽ ഫംഗൽ ഗ്രോത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഈ കോംബി എന്ന് പറയുന്ന സീരീസ്, അതേപോലെ തന്നെ ഈ കോംബി റെഗുലർ, കോംബി ഡീലക്സ്, ഈ 3 പ്രീമിയം സീരീസാണ്. ഈ പ്രീമിയം സീരീസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റിവിറ്റുകൾ കുറവായിട്ടും വെൽഡിങ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ വെൽഡഡ് ഡോസ് ആയിരിക്കും. ജോയിന്റുകളൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ, അതായത് നട്ട്, ബോൾട്ട് ഇങ്ങനത്തൊന്നും പ്രഥമ ദൃഷ്ടി കാണുന്നത്. ഇതെല്ലാം പ്രീമിയം സീരീസാണ്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് സീരീസാണ്. ഇത് ബോഡി ഫുള്ള് GIയും ഡോർ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇപ്പോൾ ഒരു കസ്റ്റമറിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഔട്ട്പുട്ട് വേണം, അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡോർ,
ബോഡി വന്നിട്ട് GI വരുമ്പോൾ ആ കോസ്റ്റിൽ വീണ്ടും ഈ പറഞ്ഞ കുറവ് വരും. ഇത് ആണ് സ്റ്റീൽ സീരീസ്. ഇതാണ് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത്. ഇത് 90% ഗാൽവനൈസ്ഡ് അയണും അതേപോലെ തന്നെ 10% സ്റ്റെയിൻലെസ് സ്റ്റീലും. സ്റ്റെയിൻലെസ് സ്റ്റീൽ എവിടേക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹിഞ്ചസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ സ്കേർട്ടിങ്സ് 202 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും. ഹിഞ്ചസ് എല്ലാം 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ബാക്കിയെല്ലാം ഗാൽവനൈസ്ഡ് അയൺ ആണ്. ഗാൽവനൈസ്ഡ് അയണിന്റെ മേളിൽ പൗഡർ കോട്ടഡ് ആണ്. ഇതിന് തന്നെ 15 ഇയർ വാറണ്ടി ഉണ്ട്. എല്ലാ പ്രൊഡക്റ്റിനും 15 ഇയർ വാറണ്ടി. ഇത് മുതൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് സീരീസ് ആണ്. 15 ഇയർ വാറണ്ടി വരും. അങ്ങനെ 5ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡബിൾ ഡ്രോയർ യൂണിറ്റ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് 2D പുൾ ഔട്ട്. ഈ 6th എന്ന് പറയുന്നത് നമുക്ക് 2D പുൾ ഔട്ട്. ഈ 2D പുൾ ഔട്ട് ഒക്കെ മാർക്കറ്റിൽ നോർമൽ അവൈലബിൾ 20 സെന്റിമീറ്റർ വിട്ട് കാണത്തുള്ളൂ. ഈ പ്രോഡക്റ്റിന് 35 സെന്റിമീറ്റർ ഉണ്ട്. നമുക്ക് പല ചോയ്സസ് ഉണ്ട് ഇതിൽ തന്നെ. ഇതേ തന്നെ നമുക്ക് പല ചോയ്സസ് ഉണ്ട്. ഇതുണ്ടോ 350 എന്ന് പറയുന്നത് MM ആണ്. 35 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ, 25 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ, ഇങ്ങനെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. 35 എന്ന് പറയുമ്പോഴേ 2 1 ലിറ്ററിന്റെ ബോട്ടിൽ സൈഡിൽ വെക്കാം. അത് 300 തന്നെ വെക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ വലിയ ഉപ്പുചാടികൾ അതുമാതിരിയുള്ള സാധനം വേണമെങ്കിൽ ഇതിനകത്ത് വെക്കാം. 1 ലിറ്ററിന്റെ ബോട്ടിൽ മേളും വെക്കാം, താഴെയും വെക്കാം. അങ്ങനെയും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ചിലപ്പം താഴെ 1 ലിറ്ററിന്റെ ബോട്ടിൽ ഇരിക്കത്തുള്ളൂ, മേളിൽ 1 ലിറ്ററിന്റെ ബോട്ടിൽ ഇരിക്കത്തില്ല. ഇവിടെ അങ്ങനെയല്ല. ഈ പടത്തിനകത്ത് അത് കാണിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോക്കകത്ത് വരുമ്പോൾ അതിന്റെ ഫോട്ടോസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇതിപ്പം ഈ മോഡ്യൂൾസ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസൈന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് 6th 2D പുൾ ഔട്ട്. പിന്നെ മേളിൽ കട്ട്ലറി വെക്കാനും താഴെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റോറേജ് ഏരിയ, അത് ഫ്രൈയിങ് പാൻ അതുമാതിരിയുള്ള സാധനങ്ങൾ, തവ, ഇതൊക്കെ വെക്കാൻ വേണ്ടി. ഇവിടെയും ഡ്രോയർ ആയിട്ടൊക്കെ ഉള്ള മോഡലുണ്ട്. നമുക്ക് ഇങ്ങനെയാണെങ്കിൽ താഴെ ഇവിടെ ഗ്യാസിന്റെ പൈപ്പൊക്കെ ഇവിടെ കൊണ്ട് നമുക്ക് നിർത്തി ഇവിടെ അകത്തൊരു വാൽവ് കൊടുക്കാൻ പറ്റും. ഇതിനും പല ചോയ്സസ് ഉണ്ട്. ഇതുണ്ട്, ഞാൻ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്